ഹായ് ഗൈസ്, ജാസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ദ വാംത്ത് ഓഫ് ലവ് എന്ന യൂണിറ്റിലെ എ ഫ്രണ്ട് എന്ന പോയവും അതിലുള്ള ആക്ടിവിറ്റീസുമാണ്. എ ഫ്രണ്ട് ഈസ് വൺ ഹു സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. ഒരു സുഹൃത്ത് എന്നത് നിങ്ങളുടെ ഓരോ ദുഃഖവും കരുതലും പങ്കുവെക്കാൻ പറ്റുന്ന ഒരാളാണ്. ഹി കംസ് ബൈ ചാൻസ് ബട്ട് സ്റ്റേസ് ബൈ ചോയ്സ്. അവൻ യാദൃശ്ചികമായി വരുന്നു, പക്ഷേ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്നു. യുവർ പ്രൈസസ് ഹി ഈസ് ക്വിക്ക് ടു വോയിസ്. നിങ്ങളുടെ ഉയർച്ചകൾ അവർ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കും. നോ ഗ്രീവസ് ഫാൾട്ട് ഓർ പാസിംഗ് വീം ക്യാൻ മേക്ക് ആൻ എനിമി ഓഫ് ഹിം. നിങ്ങളുടെ ഗുരുതരമായ ഒരു വീഴ്ചകളും ഇഷ്ടാനിഷ്ടങ്ങളും ഒന്നും തന്നെ അവനെ ശത്രുവാക്കുകയില്ല. And though your need be great or small, his strength is yours throughout it all. നിങ്ങളുടെ ആവശ്യങ്ങൾ ചെറുതോ വലുതോ ആയിക്കോട്ടെ, അവൻ്റെ സ്ട്രെങ്ത് നിങ്ങളോടൊപ്പം കൂടെ തന്നെ ഉണ്ടാകും. No matter where your path may turn, your welfare is his chief concern. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ ക്ഷേമമാണ് അവൻ്റെ പ്രധാന പരിഗണന. No matter what your dream may be, he prays your triumph soon to see. നിങ്ങളുടെ സ്വപ്നം എന്തു തന്നെ ആയാലും അവൻ നിങ്ങളുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. There is no wish your tongue can tell, but what it is your friends as well. നിങ്ങൾക്ക് പറയാൻ മടിയുള്ള ആഗ്രഹങ്ങൾ പോലും കൂട്ടുകാരൻ അത് ചെയ്തു തരും. The life of him who has a friend is double guarded to the end. അവൻ നിങ്ങളുടെ അവസാനം വരെ ഡബിൾ ഗോഡായി നിങ്ങളോടൊപ്പം നിൽക്കും. ആരാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവനെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്? സോനു ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഐ ലൈക്ക് ഹിം ബിക്കോസ് ഹീ ഷെയർസ് എവറിത്തിങ് വിത്ത് മീ. സോനു എന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് സോനു എന്ന സ്ഥലത്താണ് എഴുതേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു ലേൺ അബൌട്ട് എ ഗുഡ് ഫ്രണ്ട് ഫ്രം ദ പോം? രണ്ടാമത്തതിൻ്റെ ആൻസറായി വരുന്നത്, എ ഗുഡ് ഫ്രണ്ട് വിൽ ബി വിത്ത് അസ് ഈവൺ ഇൻ ട്രബിൾ. വി ക്യാൻ ഷെയർ എനിത്തിങ് വിത്ത് ഹിം. ഹി വിൽ ഹെൽപ്പ് അസ് വെനെവർ നീഡഡ്. ഹി വിൽ പ്രേ ഫോർ ദ സക്സസ് ഇൻ അവർ ലൈഫ്. ഹൗ ഡസ് എ ഫ്രണ്ട്സ് പ്രസൻസ് മേക്ക് യുവർ ലൈഫ് മോർ സെക്യൂർ? ബിക്കോസ് ദേ ഓഫർ കോൺസ്റ്റൻറ്റ് സപ്പോർട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ആയി വരുന്നത്, ഹൗ ഡസ് ദ പോം encourage us to be good friends? Answer is, the poem encourages us to be good friend by telling the good qualities of friend. Activity 1, good friendന്റെ ക്വാളിറ്റീസ് എഴുതാനാണ്. അതിവിടെ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാരത് നോക്കി എഴുതുക. ആക്ടിവിറ്റി 2, റൈമിംഗ് വേർഡ്സ് എഴുതാനാണ്. അതിവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റി 3, നിങ്ങളുടെ കൂട്ടുകാരുടെ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് എഴുതാനാണ്. സോനു ലൈക്സ് ആപ്പിൾ. ഹി ഡസൻറ്റ് ലൈക്ക് ഗ്രേപ്സ്. റാണി ലൈക്സ് ഐസ്ക്രീം. ഷീ ഡസൻറ്റ് ലൈക്ക് മിൽക്ക്. Ravi likes films. He doesn't like cereal. Ammu likes dosha. She doesn't like chapati. Appu likes chicken. He doesn't like vegetable. Veena likes biryani. She doesn't like ghee rice. കൂട്ടുകാരെ, ഈ യൂണിറ്റിലെ ആദ്യ ചാപ്റ്റർ ദ കിസ്സിംഗ് ഹാൻഡ് എന്ന ആ ചാപ്റ്ററും അതിലെ മുഴുവൻ ആക്ടിവിറ്റീസും മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.